സോ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് ഡിഫൈൻ ചെയ്തായിരുന്നു. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് എന്തെന്ന് നോക്കി. അതുപോലെ എന്താണ് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് നോക്കി. ദെൻ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഡെഫിനിഷൻ, ഒരു എന്താണ് റെപ്രസെൻറ്റേഷൻ ഫിഗർ വെച്ചിട്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്താണ് ആ ഒരു ഏരിയയുടെ ഫിഗർ വെച്ചിട്ട് തന്നെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. വെറുതെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. സോ ഒരു പ്ലാനർ ഏരിയ കൺസിഡർ ചെയ്യുക, അതിനെ ഒരു ഏരിയ ആയിട്ട് കംപ്രസ് ചെയ്തു. ദെൻ ആ കംപ്രസ് ചെയ്ത ഏരിയയും എന്ത് തന്നെയാണ്, രണ്ട് ഏരിയയും ഏത് തന്നെയാണ്, ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ആണ്. ദെൻ ഈ കംപ്രസ് ചെയ്ത ഏരിയയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ആകണമെങ്കിൽ വി നീഡ് ടു പ്ലേസ് ദിസ് elemental strip at a distance k from the reference axis, and this k is known as and the radius of gyration, and k is equal to root of I by a. This is the equation for radius of gyration. Okay, so നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് തിയറം ആണ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറവും എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കാറുള്ളതാണ് എപ്പോഴും. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ദെൻ വാട്ട് ഈസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് പാരലൽ ആക്സിസ് തിയറം, അതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ ഈ പാരലൽ ആക്സിസ് തിയറത്തിലും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിലും ആ പേരിൽ തന്നെ ഉണ്ട് അതിനകത്ത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, സോ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കുറച്ച് ആക്സിസിനെ വെച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന തിയറമാണ് എന്ത്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ശ്രദ്ധിച്ചേ, നമുക്കറിയാം നമ്മളെപ്പോഴും എക്സ് വൈ ആക്സിസ് പറയുന്നുണ്ട്, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. നമുക്കറിയാം ഈ രണ്ട് ആക്സിസും എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആക്സിസുകളാണ്. ദീസ് ടു ആക്സിസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് വി ആർ അസ്യൂമിങ് എ തേർഡ് ആക്സിസ്, ഇസഡ് ആക്സിസ്. ഈ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഇസഡ് ആക്സിസ്, അത് നമുക്ക് ഈ ഒരു പോയിന്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ടായിരിക്കും നിൽക്കുന്നത്. ഈ രണ്ട് ആക്സിസിനും, ദാറ്റ് ഈസ് ഈ രണ്ട് ആക്സിസിനും പെർപെൻഡിക്കുലറായിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ടാണ് നിൽക്കുന്നത്. ആക്ച്വലി അതിനെ ഇങ്ങനെയാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താ, വൈ ആക്സിസ്, എക്സ് ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ്. ഇത് സെഡ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് എന്താ എക്സ് ആക്സിസ്. ദീസ് three axes are mutually perpendicular, and moment of inertia of x-axis is represented as ixx, moment of inertia of y-axis is represented as iyy, and moment of inertia of z-axis is represented as zz, izz. And z-axis is mutually perpendicular to x and y-axis, and which is passing through the intersection. ഈ ഒരു എക്സ് ആൻഡ് വൈ ആക്സിസിൻ്റെ ഇൻ്റർസെക്ഷനിൽ കൂടി തന്നെയാണ് എന്ത്, ഇസഡ് ആക്സിസും പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഇസഡ് സെക്ഷൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ സമ്മിന് ഈക്വൽ ആണ് എന്നാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. ദാറ്റ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഇസഡ് ആക്സിസ് ഈസ് ദ സം ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് y axis. This is the perpendicular axis theorem. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസുകളിനെ ഡിഫൈൻ ചെയ്യുന്ന തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ നോക്കിയേ, ഇഫ് I xx and I yy are the moment of inertia of an area A about mutually perpendicular axis xx and yy. സോ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഒരു ഏരിയ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും, എക്സ് ആക്സിസും വൈ ആക്സിസും, എക്സ് ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സ് എക്സ് എന്നും വൈ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ വൈ വൈ എന്നും നമ്മൾ കൺസിഡർ ചെയ്തു ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഏരിയ. Then the moment of inertia of the area about z axis, ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് z ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. And the moment of inertia of z axis, and z axis എങ്ങനെയായിരിക്കണം, which is perpendicular to xx and y axis. x ആക്സിസിനും y ആക്സിസിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു തേർഡ് ആക്സിസ് ആണ് z ആക്സിസ്, and passing through the point of intersection of xx and y axis is given by z is equal to ixx plus iyy. So we are considering, ഇപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ 3 ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. സോ കൺസിഡർ
mutually perpendicular axis, x-axis and y-axis. Okay, the moment of inertia of x-axis is represented as Ixx and moment of inertia of y-axis is represented as Iyy. Okay, then the third axis which is mutually perpendicular to x and y. Xx axis-നും y axis-നും perpendicular ആയിട്ടുള്ള ഒരു third axis, that is the zz axis, and the moment of inertia of zz axis is Izz. So Izz is Ixx plus Iyy ആയിരിക്കും എന്നാണ് എന്ത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ പ്രൂഫ് ഇതാണ്. അപ്പോൾ കൺസിഡർ ഒരു ഏരിയ ഞാൻ കൺസിഡർ ചെയ്തു, ഏരിയ എ, അതിനകത്തുനിന്ന് ഒരു എലമെൻ്റൽ സ്ട്രിപ്പ് ഡി എ. ആ പോയിൻ്റ് ഇപ്പോൾ ഞാൻ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ദെൻ ഇസഡ് ആക്സിസ് ആക്ച്വലി ഈ രണ്ട് ആക്സിസിനും പെർപെൻഡിക്കുലർ ഇങ്ങനെ ഒരു സ്പേസിലോട്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, സോ ഒരു 3D സ്പേസിലോട്ടായിരിക്കും നിൽക്കുന്നത്. സോ ഈ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇസഡ് ആക്സിസും ഞാൻ ഇതിനകത്ത് തന്നെ റെപ്രസെൻറ്റ് ചെയ്തു. ഇത് മൂന്നും മീറ്റ് ചെയ്യുന്ന ഇൻ്റർസെക്ഷൻ പോയിന്റ് ഒ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഡി എ ഫ്രം എക്സ് ആക്സിസ് ഈസ് വൈ ആൻഡ് ഫ്രം വൈ ആക്സിസ് ഈസ് എക്സ്. ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസഡ് ആക്സിസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ എന്നും റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ കൺസിഡർ എ പ്ലെയിൻ ഏരിയ എ. ലെറ്റ് എക്സ് എക്സ് ആൻഡ് വൈ വൈ ബി ദ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഏരിയ ഇൻ്റർസെക്റ്റിംഗ് അറ്റ് ഒ. അതാണ് ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആക്സിസും ഇൻ്റർസെക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോയിന്റ് ഒ ആണ്. ഓക്കെ, ഒ ലെറ്റ് ഇസഡ് ബി ആൻ ആക്സിസ് ത്രൂ ഒ ആൻഡ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് xx and yy axis. Okay, then consider an elemental area dA. dAയുടെ ഡിസ്റ്റൻസ് എന്താ? അറ്റ് എ ഡിസ്റ്റൻസ് y from xx axis and x from yy axis and r from zz axis. ആ ഫിഗറിനകത്തുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു, നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഒരു പോയിന്റിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ ഏരിയ എടുത്താൽ മതി. ഓക്കെ, ആർ സ്ക്വയർ ഇൻറ്റു ഡി എ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സ് ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വേണമെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? വൈ സ്ക്വയർ ഇൻറ്റു ഡി എ. Ixx വേണമെങ്കിൽ. ഇനി Iyy ആണെന്നുണ്ടെങ്കിൽ വൈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഡി എ. ദെൻ Izz വേണമെങ്കിൽ z ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആർ സ്ക്വയർ ഡി എ. ഓക്കെ, സോ അതാണ് എഴുതിയിരിക്കുന്നത്. ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് Ixx ഈസ് ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ, Iyy ഈസ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ ആൻഡ് Izz ഈസ് ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. ഈ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമുക്ക് അറിയാം എന്താ? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് എക്സ് ആയിരിക്കും. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് പൈതഗോറസ് തിയറം അനുസരിച്ച് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പം നമുക്ക് Izz എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എന്നാണ് കിട്ടിയത്. സോ Izz ഈസ് ആർ സ്ക്വയർ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എ. സോ Izz ഈസ് ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ പ്ലസ് ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് കിട്ടും. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ ഈസ് Iyy ആൻഡ് ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ ഈസ് Ixx. സോ Iz ഈസ് ഈക്വൽ ടു Ixx plus Iyy. This is the perpendicular axis theorem. Okay, അതിൻ്റെ പ്രൂഫും കൂടെ ചേർന്നിട്ട് വേണം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയാൻ. സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഈസ് എക്സ്പ്ലെയിൻഡ് അബൌട്ട് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസുകൾ തമ്മിലുള്ള എന്താണ് റിലേഷനാണ് പറയുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ റിലേഷനാണ് പറയുന്നത്. സോ എക്സ് ആക്സിസും വൈ ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇതിൽ രണ്ടിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ത്? ഇസഡ് ആക്സിസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഇസഡ് ആക്സിസ് ഈസ് ദ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എക്സ് ആൻഡ്
moment of inertia of y axis. That is the perpendicular axis theorem. Okay, next one is parallel axis theorem. Perpendicular axis theorem, parallel axis theorem, very important ആണ്. So parallel axis theorem എന്താണ്? പാരലൽ ആക്സിസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യാൻ പാരലൽ ആക്സിസ് തിയറമാണ്. അപ്പോൾ പാരലായിട്ട് ആക്സിസുകൾ വെച്ചിട്ടുള്ള തിയറമാണ്. സോ പാരലൽ ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ആക്സിസ് വേണമല്ലോ പാരലായിട്ട് നിൽക്കാൻ. സോ അപ്പോൾ രണ്ട് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ടു പറയുന്ന എന്താണ് തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് കൺസിഡർ ചെയ്യുക, ഒരു ഏരിയ കൺസിഡർ ചെയ്യുക. ഒരു ലാമിനാർ ഏരിയ ഈസ് എ. അതിൻ്റെ സെൻട്രോയിഡ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു ജി. സെൻട്രോയിഡ് ഈസ് റെപ്രസെൻറ്റഡ് ഓർ ഡിനോട്ടഡ് ബൈ ജി. ആൻഡ് സെൻട്രോയിഡിൽ കൂടി ഞാനൊരു ആക്സിസ് എടുത്തു, ദാറ്റ് ഈസ് ദ സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് സെൻട്രോയിഡൽ ആക്സിസ്. ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെൻട്രോയിഡൽ ആക്സിസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഐ ജി. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെൻട്രോയിഡൽ ആക്സിസ് ഈസ് ഐ ജി. ദെൻ ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ട് ഞാൻ വേറൊരു റെഫറൻസ് ആക്സിസ് എടുത്തു എ ബി. ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദാറ്റ് റെഫറൻസ് ആക്സിസ് ഈസ് ഐ എ ബി. ആൻഡ് ദീസ് ടു ആക്സിസ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് എച്ച്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു എലമെൻ്റൽ ഏരിയ എ and its centroid is marked or denoted as G, and consider a centroidal axis. ഒരു centroidal axis consider ചെയ്തു, and the moment of inertia of the centroidal axis is IG, and consider a reference axis AB at a distance h from the centroidal axis, and the moment of inertia of that reference axis AB is represented as IAB. Okay, സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് എനി ആക്സിസ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ പറയുന്നത് ഇപ്പോൾ സെൻട്രോയിഡൽ ആക്സിസും ഉണ്ട് റെഫറൻസ് ആക്സിസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്സിസിൻ്റെ റെഫറൻസ് ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വേണം ഐ എ ബി. അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ടുള്ള ഏതൊരു ആക്സിസോ ആയിക്കോട്ടെ, സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് അറ്റ് എ ഡിസ്റ്റൻസ് മാറി പാരലായിട്ടുള്ള ഏതൊരു ആക്സിസിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും എന്നുള്ളതാണ് പാരലൽ ആക്സിസ് തിയറം ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് എനി ആക്സിസ് which is parallel to the centroidal axis is equal to the sum of its moment of inertia about the centroidal axis with the product of its area and square of the perpendicular distance between the two parallel axes. വേറൊന്നുമില്ല, ഇങ്ങോട്ട് നോക്കിയേ. അപ്പം നമുക്കൊരു സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ട്. സെൻട്രോയിഡൽ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ജി ആണെന്നറിയാം. ഒരു റെഫറൻസ് ആക്സിസ് എടുത്തു. ആ റെഫറൻസ് ആക്സിസ് ഈ സെൻട്രോയിഡും ആക്സിസുമായിട്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആണ് മേക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെഫറൻസ് ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ എ ബി എന്ന് പറയുന്നത് ഈസ് ദ സം ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെൻട്രോയിഡൽ ആക്സിസ്, ദാറ്റ് ഈസ് ഐ ജി. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെൻട്രോയിഡൽ ആക്സിസ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ഏരിയ ഓഫ് ദിസ് ലാമിന into the distance between square of the distance between the two axes തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. സോ ഐ എ ബി ഇസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ ആണ് എന്നാണ് എന്ത് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. സോ രണ്ട് പാരലൽ ആക്സിസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷനാണ് പാരലൽ ആക്സിസ് തിയറത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ട്, അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസ് നിങ്ങൾക്ക് ഇവിടെയാണ്. സോ ഇതിന് പാരലായിട്ട് നിങ്ങൾക്ക് ഇപ്പുറത്തോട്ടൊരു സി ഡി ആണെന്നിരിക്കട്ടെ, ഒരു റെഫറൻസ് ആക്സിസ് ഉണ്ട്. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സി ഡി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സോ ഈ റെഫറൻസ് ആക്സിസും ഈ ഒരു സെൻട്രോയിഡൽ ആക്സിസ് മേക്ക് ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഡി ആണെന്നിരിക്കട്ടെ. ഹൈറ്റ് ഈസ് ഡി, ദിസ് ഡിസ്റ്റൻസ് ഈസ് ഡി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സി ഡി എന്തായിരിക്കും? ഐ സി ഡി ഈസ് ഈക്വൽ ടു സെൻട്രോയിഡൽ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ദാറ്റ് ഈസ് ഐ ജി, പ്ലസ് ഏരിയ ഓഫ് ദിസ് പോർഷൻ എ ഇൻറ്റു ഇത് തമ്മിലുള്ള ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എ ഡി സ്ക്വയർ. ഇതാണ്
എന്താണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. സോ പാരലൽ ആക്സിസ് തിയറം ഡിഫൈൻ ചെയ്യണമെങ്കിൽ രണ്ട് ആക്സിസുകൾ വേണം. ആൻഡ് ഈ രണ്ട് ആക്സിസും എന്തായിരിക്കണം, കണ്ടീഷൻസ് ആണ് പറയുന്നത് പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ. ദീസ് ടു ആക്സിസ് ഷുഡ് ബി മ്യൂച്വലി പാരലൽ ആയിരിക്കണം, രണ്ടും പാരലൽ ആയിരിക്കണം. അതിൽ ഒരു ആക്സിസ് എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസും ആയിരിക്കണം. ഓക്കെ, സോ സെൻട്രോയിഡൽ ആക്സിസ് ആയിരിക്കണം ഒരു ആക്സിസ്, ദെൻ രണ്ട് ആക്സിസും പാരലും ആയിരിക്കണം. സോ ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ട് ഏതൊരു ആക്സിസ് വന്നാലും അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷനാണ് പാരലൽ ആക്സിസ് തിയറത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ, ഇതാണ് എന്താണ്, ദിസ് ഈസ് ദ തിയറം. The moment of inertia of a plane lamina about any axis parallel to its centroidal axis. Centroidal axis എന്ന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ആക്സിസിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെൻട്രോയിഡൽ ആക്സിസ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഏരിയ ആൻഡ് സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ്. സോ moment of inertia of AB is equal to moment of inertia of centroidal axis is Ig plus A into perpendicular distance between the centroidal axis and reference axis is H, so A into H square. So it is a transfer theorem which is used to transfer moment of inertia from one axis to another axis. So centroidal axis എന്ന് നമുക്കൊരു വേറൊരു ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് എന്ത്, പാരലൽ ആക്സിസ് തിയറം, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ട്രാൻസ്ഫർ തിയറം. ഓക്കെ, അപ്പോൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ് ട്രാൻസ്ഫർ തിയറത്തിൻ്റെ അല്ലെങ്കിൽ പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ? രണ്ട് ആക്സിസ് വേണം, ദാറ്റ് ടു ആക്സിസ് ഷുഡ് ബി പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ഫ്രം ദാറ്റ് വൺ ആക്സിസ് മസ്റ്റ് ബി ദ സെൻട്രോയിഡൽ ആക്സിസും ആയിരിക്കണം. എങ്കിൽ മാത്രമേ പാരലൽ ആക്സിസ് തിയറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഇനി നിങ്ങൾക്ക് പ്രോബ്ലം എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് കോമ്പോസിറ്റ് ബോഡീസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണാനാണ്. നമ്മൾ സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ബോഡി കണ്ടില്ലേ? അപ്പോൾ സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ബോഡി അറിയണമെങ്കിൽ നമ്മൾ ഓരോ സിംഗിൾ പ്ലാനാർ ഏരിയയുടെയും സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ അറിയണമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോമ്പോസിറ്റ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണണമെങ്കിൽ വി നീഡ് ടു നോ ദി എന്താണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ ഫോർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഫോർ സ്റ്റാൻഡേർഡ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷനും അറിയണം. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് സ്റ്റാൻഡേർഡ് സെക്ഷൻസ്, ഇപ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ഏരിയ, ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് ഞാൻ IXX എന്നും IYY എന്നും കൊടുത്തു. ബ്രെഡ്ത്ത് ഈസ് B ആൻഡ് ഡെപ്ത് ഈസ് D. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഏരിയ ഈസ് B ഇൻറ്റു D. ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാണാൻ നമുക്കറിയാം B/2 G D/2 ആയിരിക്കും. ദെൻ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ നോക്കിയേ, IXX ഈസ് BD²/12 IYY എന്ന് പറയുമ്പോൾ DB²/12 എന്ന് വരും. ഈ ഇക്വേഷൻസ് പഠിച്ചേക്കുക. XX ആക്സിസിലാണെന്നുണ്ടെങ്കിൽ B ഇൻറ്റു DQ, D² അല്ല, സോറി, DQ, B ഇൻറ്റു DQ/12 ആൻഡ് YY ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ D ഇൻറ്റു BQ/12 ആയിരിക്കും. ദെൻ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം ½ BH ആണെന്ന്. സോ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് നമുക്കറിയാം എത്ര ഡിസ്റ്റൻസ് മാറിയാണ്, H/3 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സെൻട്രോയിഡൽ ആക്സിസിൻ്റെ. ഇപ്പോൾ സെൻട്രോയിഡൽ ആക്സിസ് വെച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ IXX ആണെന്നുണ്ടെങ്കിൽ BHQ/36ഉം ദെൻ ഈ ബേസ് ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണെന്നുണ്ടെങ്കിൽ BHQ/12 ആയിരിക്കും. ഇക്വേഷൻസ് പഠിച്ചിരുന്നാൽ മതി. ദെൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് ബൈ ഹാർട്ട് ആയിക്കോളും. ഓക്കെ, പിന്നെ സർക്കുലർ സെക്ഷൻ അതിൻ്റെ സെൻട്രോയിഡ് നമുക്കറിയാം, അതിൻ്റെ IXXും IYYയും എത്രയായിരിക്കും ഇക്വേഷൻ, πd⁴/64 ആയിരിക്കും. ഇനി ഒരു സെമി സർക്കുലർ ആണെന്നുണ്ടെങ്കിൽ ഏരിയ അറിയാം πr²/2. ദെൻ സെൻട്രോയിഡൽ ആക്സിസ് IXXും IYYയും സെൻട്രോയിഡൽ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണെന്നുണ്ടെങ്കിൽ IXX 0.11 r⁴, IYY ഈസ് πd⁴/128. ഇനി ബേസ് ആണെന്നുണ്ടെങ്കിൽ IAB ഈസ് ഈക്വൽ ടു πd⁴/128. അപ്പോൾ ഏത് ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു നമുക്ക് എന്തെടുക്കാം, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എടുക്കാം. ക്വാർട്ടർ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. സോ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. ഇപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കുറച്ച്
3 ആക്സിസിനെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദെൻ പാരലൽ ആക്സിസ് തിയറം, പാരലായിട്ടുള്ള രണ്ട് എന്താണ് ആക്സിസ്, പാരലായിട്ടുള്ള രണ്ട് റെഫറൻസ് ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് എന്ത്, പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. ദെൻ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് സ്റ്റാൻഡേർഡ് സെക്ഷൻസിൻ്റെ ഇക്വേഷൻസും അറിഞ്ഞേക്കുക. ഇതൊരു ടാബ്ല കോളത്തിൽ ചെയ്തിട്ടേക്കുക. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബൈ ഹാർട്ട് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് നോക്കി, അതിൻ്റെ സിഗ്നിഫിക്കൻസും ഡെഫിനിഷനും നോക്കി. ദെൻ സെൻട്രോയിഡൽ ആക്സിസ്, ആഫ്റ്റർ ദാറ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഡെഫിനിഷൻ നോക്കി. ദെൻ പാരലൽ ആക്സിസ് തിയറം, ദെൻ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് ദ ഇക്വേഷൻസ് ഫോർ എന്താണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഫോർ സ്റ്റാൻഡേർഡ് സെക്ഷൻസ്. ഇത്രയുമാണെന്ന് നോക്കിയത്. ഇത് കംപ്ലീറ്റ് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് തിയറി വരുന്നത് പാപ്പസ് തിയറമാണ്. പാപ്പസ് തിയറത്തിൻ്റെ എക്സ്പ്ലനേഷനും കൂടി തിയറി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഫോർ കോമ്പോസിറ്റ് സെക്ഷൻസ് പ്രോബ്ലംസുമാണ്. ഓക്കെ, താങ്ക് യു.